നവംബർ 1, 2, 3 മഴവന്നൂർ പള്ളിയിലെ പെരുന്നാളാണ്. അതിൽ നവംബർ 1-ാം തീയതി വൈകിട്ട് എഴുപ്രം കുരിശിങ്ങ, സൗത്ത് എഴുപ്രം കുരിശിങ്ങ പരിശുദ്ധ പരിമളത്തിരുമേനിയുടെ നാമത്തിലുള്ള കുരിശിങ്ങയിലുള്ള പെരുന്നാളാണ്. അവിടെ അതിമനോഹരമായിട്ട് ദേശവാസികൾ സന്തോഷപൂർവ്വം കൊണ്ടാടുന്നു. അന്ന് എല്ലാവരും ഡെക്കറേറ്റ് ചെയ്ത് അലങ്കരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. ഇന്ന് വിശിഷ്ട അതിഥിയായിട്ട് വചനം പ്രഘോഷിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത് കുര്യാക്കോസ് മാർ യൗസേബിയോസ് തിരുമേനിയാണ്. അദ്ദേഹത്തിൻ്റെ വചനങ്ങളെല്ലാം കേട്ട് ഭക്തജനങ്ങൾ അവിടെ ഉണ്ട്. നമ്മുടെ പരിമള തിരുമേനിയുടെ നാമത്തിലുള്ള കുരിശെല്ലാം അതിമനോഹരമായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ ഇടവകയിലുള്ള ആളുകളെല്ലാം തന്നെ അത് ജാതി മത വ്യത്യാസമില്ലാതെ തന്നെ എല്ലാ ആളുകളും എത്തിച്ചേർന്നിട്ടുണ്ട്. അതിമനോഹരമായിട്ടായിരുന്നു പെരുന്നാളിൻ്റെ ആഘോഷങ്ങളെല്ലാം. അതിൻ്റെ വാദ്യഘോഷങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത് 3 ഡിവിഷനായിട്ടാണ്. കുട്ടികളുടെ വകയായിരുന്നു ബാൻഡ് മേളങ്ങൾ. മഴവന്നൂർ, കടമറ്റം, അതുകൂടാതെ വാടകം എന്നീ ഏരിയകളിൽ നിന്നായിട്ട് കോളഞ്ചേരിയിൽ നിന്നും ഒക്കെയുള്ള ഏരിയകളിൽ നിന്നുമുള്ള കുട്ടികളാണ് ബാൻഡ് മേളം ആഘോഷിച്ചത്. അതുകൂടാതെ നമ്മുടെ ജനങ്ങളെല്ലാം വളരെ അച്ചടക്കത്തോടു കൂടി തന്നെയാണ് ഇതിലെല്ലാം പങ്കെടുത്തത്. നമ്മുടെ അതുകൂടാതെയുള്ള നമ്മുടെ പടക്കം പൊട്ടിക്കുന്നതും അതിൻ്റെ അതിമനോഹരമായ ശബളമായ പടക്ക ആഘോഷങ്ങളെല്ലാം അതിൻ്റെ ഇടയ്ക്ക് നടന്നു. എല്ലാവരും കൈമുട്ടി ഇറങ്ങുന്ന വഴിക്ക് തന്നെയാണ് നേർച്ച സദ്യ ക്രമീകരിച്ചിരിക്കുന്നത്. അതും വളരെ അച്ചടക്കത്തോടു കൂടി എല്ലാവരും അതും കൈക്കൊണ്ടു. അതുകൂടാതെ ഈ കാണുന്ന കളർ പടക്കങ്ങളെല്ലാം നല്ല മനോഹരമായിട്ടുണ്ട്. നമ്മുടെ കുരിശ് വർണ്ണശബളമായ അലങ്കാരത്തോടു കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം വളരെ മനോഹരമായിരുന്നു. ആളുകളെല്ലാം ഭക്തി പുരസ്സരം ഇതിൽ പങ്കെടുത്തു. കണ്ടില്ലേ എത്ര മനോഹരമായിട്ടാണ് ഈ ഫംഗ്ഷനെല്ലാം നടന്നിരിക്കുന്നത് നോക്കൂ. കണ്ടോ, അതെല്ലാം കൈവരി ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ്. ആ കൈവരിക്കുള്ളിൽ എല്ലാവരും വളരെ അച്ചടക്കത്തോടുകൂടി അച്ചടക്കം പാലിച്ചാണ് നേർച്ച സദ്യക്ക് കടന്നു പോകുന്നത്. എല്ലാവരും കുറച്ച് പേരെല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഐസ്ക്രീം കച്ചവടക്കാരെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഓരോ ഐസ്ക്രീമൊക്കെ മേടിച്ച് ആസ്വദിച്ച് കഴിച്ചു. ഐസ്ക്രീം കഴിക്കുന്നതിൻ്റെ സന്തോഷം കണ്ടോ. അതിനുശേഷം നമ്മൾ നേർച്ച സദ്യ ഒരുക്കിയിരുന്നു. നേർച്ച സദ്യ വാങ്ങിയിരുന്നു. നേർച്ച സദ്യക്ക് നമുക്ക് ബീഫും കായും വെച്ചതും അതുപോലെ മോര് കറിയും മാങ്ങ അച്ചാറുമായിരുന്നു ഉണ്ടായിരുന്നത്. കണ്ടോ, കുഞ്ഞുവാവ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് കണ്ടോ. അവളും എത്ര മിടുക്കിയായിട്ടിരുന്ന് കഴിക്കുന്നു. നമ്മുടെ കുരിശിനെ അലങ്കരിച്ചിരിക്കുന്ന കുറച്ച് പേര് കസേരയിൽ കുറച്ച് പേര് ലൈനായിട്ട് നിൽക്കുന്നു. എത്ര മനോഹരമായിട്ടാണ് കാര്യങ്ങളെല്ലാം അലങ്കരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ചെണ്ടമേളത്തിന് ചേട്ടന്മാരെ നല്ല മനോഹരമായിട്ട് അവിടെ ഇരുന്ന് ചെണ്ട കൊട്ടുന്നുണ്ട്. അതും എല്ലാവരും ആസ്വദിച്ചിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് ബാൻഡ് കളിക്കുന്നത്.